بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. وتقتضي ذلا بغير سخطي فائقة ألفية بن معتي. വത്തഖ്തളി ഈ അൽഫിയ തേടും. റിളൻ തൃപ്തീനെ തേടും. ഇത് ഓതുന്നവരിൽ നിന്നും അല്ലാഹുവിൽ നിന്നുമെല്ലാം റിളേനെ അവന്റെ പൊരുത്തത്തിനെ തേടുന്നു. ഈ അൽഫിയ അത് പൊരുത്തത്തിനെ തേടും ഓതുന്നവരിൽ നിന്നും അല്ലാഹുവിൽ നിന്നുമെല്ലാം. എങ്ങനത്തെ റിളേനെയാണ്, തൃപ്തീനെയാണ്? ബിഗൈരി സുഖ്തിൻ, ദേഷ്യത്തിന്റെ കലർപ്പ് ഇല്ലാത്തതായ, ഇടക്ക് ഒരു നിലക്കും ദേഷ്യത്തിന്റെ കലർപ്പ് വരാത്തതായ തൃപ്തീനെ ഈ അൽഫിയ തേടും. ഫായിഖത്തൻ, ഈ അൽഫിയ തന്നെ മേലെയായതായ സ്ഥിതിയിൽ, ഈ അൽഫിയ തന്നെ മേലെയായ സ്ഥിതിയിൽ അൽഫിയത്ത് ഇബ്നു മുഅ്തി, ഇബ്നു മുഅ്തിയുടേതായ അൽഫിയനേക്കാൾ ഇബ്നു മുഅ്തിയുടെ അൽഫിയനിക്ക് മേലെയായ സ്ഥിതിയിൽ, ഇബ്നു മുഅ്തിയുടെ അൽഫിയനിക്ക് മേലെയായ സ്ഥിതിയിൽ. കാരണം ഈ അൽഫിയ അതിന്റെ ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ ഇബ്നു മുഅ്തിക്ക് ഒരു അൽഫിയ ഉണ്ട്. 1000 ബൈത്തുള്ള നഹ്വിൽ വിരചിതമായൊരു കിതാബുണ്ട്. ആ ഇബ്നു മുഅ്തിയുടെ അൽഫിയനിക്ക് തന്നെ മേലെയായ സ്ഥിതിയിൽ, ഏത് വിഷയത്തിൽ? അൽഫിയ എന്നത് അതിന്റെ ഫസാഹത്തിലേക്ക് നോക്കിയാൽ, അതിന്റെ ബെയ്ത്തടിസ്ഥാനത്തിൽ തന്നെ നോക്കിയാൽ ബഹറു വാഹിദിൽ നിന്നുള്ളതാണ്. അൽഫിയത്ത് ഇബ്നു മുഅ്തി ബഹറൈനിയിൽ നിന്നുള്ളതാണ്. തന്നെയുമല്ല, ഇബ്നു മുഅ്തിയുടെ അൽഫിയനേക്കാൾ അഹ്കാമുകൾ കൂടുതലുള്ള, അക്സറുമുള്ളതാണ് ഇത് ഇബ്നു മാലിക്കിന്റെ അൽഫിയ. അപ്പൊ ഹുക്കുമിന്റെ സിയാദത്തിന്റെ വിഷയത്തിലും ലഫ്ളിന്റെ ഫസാഹത്തിന്റെ വിഷയത്തിലുമെല്ലാം ഈ എന്താണ്, ഇബ്നു മുഅ്തിയുടെ അൽഫിയനേക്കാൾ ഈ ഇബ്നു മാലിക്കിന്റെ അൽഫിയ തന്നെ മേലെയായതായ സ്ഥിതിയിൽ ഈ അൽഫിയ തേടുന്നു. എന്തിനെ? അത് ഓതുന്നവരിൽ നിന്നും അല്ലാഹുവിൽ നിന്നുമെല്ലാം റിളേനെ, തൃപ്തീനെ തേടുന്നു. അങ്ങനത്തതായ അൽഫിയനെ രചിക്കുന്നതിൽ, അങ്ങനത്തതുമായ അൽഫിയനെ രചിക്കുന്നതിൽ എന്ത് ചെയ്യുന്നു? അല്ലാഹുവിനോട് ഞാൻ സഹായം ചോദിക്കുന്നു. വത്തഖ്തളി, വാവർഫഅത്ത് ഫി ഫതഹിന്റെ മേൽ മബിനി. തഖ്തളി ഫിഅലു മുളാരിഇ, യാ ഉമ്മൽ മുഖദ്ദറത്തായ ലമ്മത്ത് കൊണ്ട് റഫ്അ ചെയ്ത ആമിൽ, ഖുലുവ് എന്ന മാനവിയായ ആമിൽ. മുസ്തത്തിറായ ലമീർ ഫാഇല്, റഫ്ഇന്റെ മഅല്ലിൽ റഫ്അ ചെയ്ത ആമിൽ തഖ്തളി എന്ന ഫിഅലു മുളാരിഇ. ഫിഇലും ഫാഇലും ചേർന്ന ജുംല മഅ്തൂഫ്, മഅ്തൂഫുൻ അലൈഹി തുഖർരിബുൽ അഖ്സ എന്ന തുഖർരിബു എന്ന ഫിഇലും ഫാഇലും ചേർന്ന ജുംല. റിളൻ, റിളൻ എന്നത് മഫ്ഊല്. തൻവീനുമായിട്ട് ഇൽത്തിഖാ ഉസ്സാക്കിനൈനി ആയതിനു വേണ്ടി കളയപ്പെട്ട അലിഫുമ്മേൽ മുഖദ്ദറത്തായ ഫതഹത്ത് കൊണ്ട് നസ്ബ്. റിളൻ എന്ന നേരെ ലാഹിറത്തായ ഫതഹത്ത് കൊണ്ട് നസ്ബ് എന്ന് പറയരുത്. അങ്ങനെ ഇഅ്റാബ് വെച്ചാൽ തെറ്റാണ് അവിടെ. കാരണം റിളൻ എന്നിടത്ത് ഉള്ളത് റിളൻ അസ്ലുഹു, റിളൻ എന്നതിന്റെ അവസാനത്തെ അർഫ് ലാഡല്ല. എന്നാലല്ല അവിടെയുള്ള ലാഹിറത്തായ ഫതഹത്തുൻ നസ്ബ് എന്ന് വെക്കാൻ പറ്റുള്ളൂ. ആ റിളൻ എന്ന റളിയ എന്നതിലെ അവസാന അർത്ഥ അർഫ് ലാഡല്ല, അവിടെ യാ ആണ്. ആ യാഹു മറിഞ്ഞ് അലിഫാവുകയാണ് ഉണ്ടാകുന്നത്. അപ്പൊ റളിയ
റിളൻ അസ്ലുഹു റിളയൻ എന്നാണ്. റിളയൻ യാ മുത്തഹരിക്ക് യാ ഇന്ന മാക്കബില് മഫ്തു ആയിട്ട് യായിനെ മറിച്ച് അലിഫാക്കി. അങ്ങനെ റിളാൻ എന്നായി. തൻവീനും അലിഫും തമ്മിൽ ഇൽത്തിഖാഉ സാക്കിനീനെ ആയതിനു വേണ്ടി അലിഫിനെ കളയപ്പെട്ടു. അപ്പൊ ആ അലിഫുമ്മേൽ അതാണ് അവിടെയുള്ള അവസാനത്തെ അർഫ്, അതാണ്. അപ്പൊ അവിടെ ഇഅ്റാബ് വെക്കുമ്പോൾ തൻവീനുമായിട്ട് ഇൽത്തിഖാഉ സാക്കിനൈനി ആയതിനു വേണ്ടി കളയപ്പെട്ട അലിഫുമ്മേൽ മുഖദ്ദറത്തായ ഫതഹത്ത് കൊണ്ട് നെസ്ബ് എന്നാണ് അവിടെ ഇഅ്റാബ് വെക്കേണ്ടത്. റിളൻ എന്നതിന് ബിഗൈരി സുഖ്തിൻ കോപം കൂടാതെ കണ്ടുള്ളതായ തൃപ്തീനെ. ബിഗൈരി ജാറു മജ്റൂർ സിഫത്ത് നസ്ബിന്റെ മഹല്ലിൽ നസ്ബെയ്ത ആമില് മൗസൂഫിലുള്ള ആമില് മൗസൂഫ് റിളൻ എന്നത് അതിലുള്ള ആമില് തഖ്തലി എന്ന ഫിഅല് മുളാരിഅ്. ബാ ഹർഫ് ജാറ് കസ്റിന്റെ മേൽ മബിനി ഗൈരി എന്നുള്ള മജ്റൂർ ലാഹിറത്തായ കസ്റത്ത് കൊണ്ട് ജർ ചെയ്ത ആമില് ബാ എന്ന ഹർഫ് ജാറു മജ്റൂർ തഅല്ലുഖ് മഹ്ദൂഫിനോട് മഹ്ദൂഫിനെ സങ്കൽപ്പിക്കൽ കാഇനൻ ബിഗൈരി സുഖ്തിൻ. സുഖ്തിൻ എന്നത് മുളാഫിനിലെ ഈ ലാഹിറത്തായ കസ്റത്ത് കൊണ്ട് ജർ ചെയ്ത ആമില് ഗൈരി എന്ന മുളാഫ്. ഫായിഖത്തൻ എന്നത് ഹാല്. ആ അൽഫിയ തന്നെ മേലെയായതായ സ്ഥിതിയിൽ ഫായിഖത്തൻ എന്നത് ഹാല്. ലാഹിറത്തായ ഫതഹത്ത് കൊണ്ട് നസ്ബെയ്ത ആമില് സാഹിബ് ആലുള്ള ആമില് സാഹിബ് ആല് തഖ്തലി എന്നതിലെ മുസ്തത്തറായ ലമീർ അതിലുള്ള ആമില് തഖ്തലി എന്ന ഫിഅല് മുളാരിഅ്. അൽഫിയത്ത എന്നത് മഫ്ഊല്. ലാഹിറത്തായ ഫതഹത്ത് കൊണ്ട് നസ്ബെയ്ത ആമില് ഫായിഖത്തൻ എന്ന ഇസ്മു ഫായിൽ. ആ ഇസ്മു ഫായിലിന്റെ മഫ്ഊലാണ്. ഫാഖ യഫൂഖുന്റെ ഇസ്മു ഫായിലാണ് ഫായിഖുൻ. അത് മുഅന്നസിൽ നിന്നാണല്ലോ അത് ഹാലായിട്ട് വരുന്നത്. അതുകൊണ്ട് തഖ്തലി എന്നതിലെ മുസ്തത്തറ ലമീർ അത് മുഅന്നസാണല്ലോ അൽഫിയത്ത് എന്ന്. അതുകൊണ്ടാണ് ഫായിഖത്തൻ എന്ന് പറഞ്ഞത്. അപ്പൊ ആ ഫായിഖത്തൻ എന്ന ഇസ്മു ഫായിലിന്റെ മഫ്ഊലാണ് അൽഫിയത്ത എന്നത്. ലാഹിറത്തായ ഫതഹത്ത് കൊണ്ട് നസ്ബെയ്ത ആമില് ഫായിഖത്തൻ എന്ന ഇസ്മു ഫായിൽ. ഇബിനി എന്നത് മുലാഫിനിലെ ഈ ലാഹിറത്തായ കസ്റത്ത് കൊണ്ട് ജർ ചെയ്ത ആമില് അൽഫിയത്ത എന്ന മുലാഫ്. മുഅത്തിൻ എന്നത് മുലാഫിലെ ഈ ലാഹിറത്തായ കസ്റത്ത് കൊണ്ട് ജർ ചെയ്ത ആമില് ഇബിനി എന്ന മുലാഫ്. തഖ്തലി ഐ തത്ലുബു ഈ അൽഫിയ തേടും. ഈ അൽഫിയ തേടും. അപ്പൊ അൽഫിയ തേടും എന്ന അർത്ഥം കൊടുക്കുമ്പോൾ എന്താണ്? അൽഫിയയല്ല ഇവിടെ തേടുന്നത്. തലബ് എന്നതിനെ അൽഫിയിലേക്ക് ചേർത്തിയത് അഖ്ലിയായ മജാസാണ്. അഖ്ലിയായ മജാസ് എന്ന് പറഞ്ഞാൽ ഇസ്നാദുൽ ഫീലി ഔ മാ ഫീ മഅനാഉ ഇലാ ഗൈരി മാ ഉവലുഹു. ഫീലിയോ ഫീലിലെ മാനക്കുള്ളയോ അതിനെ ഏതൊന്നിലേക്കാണോ ചേർക്കേണ്ട അതല്ലാത്തതിലേക്ക് ചേർക്കുന്നതിനേക്കാണല്ലോ അഖ്ലിയായ മജാസ് എന്ന് പറയുന്നത്. ഇവിടെ തേടുന്നത് എന്താണ്? ഇത് താലിബു ഫിൽ ഹഖീഖത്തി നാളിമു ആ. ഇവിടെ ഈ അൽഫിയ കാരണമായിട്ട് തൃപ്തീനെ തേടുന്നത് നാളിമാണ്, മുസന്നിഫ. അപ്പം ആ മുസന്നിഫ് തേടുന്നു എന്നതിന് കൂടാതെ എന്ത് ചെയ്തു? അത് അൽഫിയയിലേക്ക് തൊലബിനെ ചേർത്തിയത് മജാസാണ്. മുസന്നിഫ് തേടുന്നു ഈ അൽഫിയ കാരണമായിട്ട് എന്നാണ്. ഇനി തഖ്തലി എന്നതിനിക്ക് ആ അർത്ഥമല്ല, ഇസ്തിൽസാമിന്റെ അർത്ഥമാണ്. തജവ്വുസിന്റെ സബീലിന്റെ മേൽ ഈ അൽഫിയ ലാസിമാക്കും, നിർബന്ധമാക്കും എന്നർത്ഥമാണ് കൊടുക്കുന്നതെങ്കിൽ ഈ അൽഫിയ എന്ന് തന്നെ വെക്കാം. തേടുന്നു എന്നർത്ഥം കൊടുക്കുകയാണ് എങ്കിൽ അവിടെ എന്താണ്? അഖ്ലിയായ മജാസാണ് ആവുക. എന്തായിരുന്നാലും സാരിദ് കൊടുക്കുന്ന ഈ തത്ലുബു ഈ അൽഫിയ തേടും മിൻ ഖുറാഇ ആ ഈ അൽഫിയ ഓതുന്ന ആൾക്കാരിൽ നിന്ന്. ഈ എങ്ങനത്തെ വജാസത്താണ് അൽ മുഖ്തലിയത്തി? ആ വജാസത്ത് മഅന എളുപ്പമാവലോടുകൂടി കഴിയുന്നത്ര ലഫ്ളിനെ ചുരുക്കി കൊണ്ടുവരൽ. ആ വജാസത്ത് അത് തേടുന്നു ലിസുർഅത്തിൽ ഫഹ്മി, വേഗം മനസ്സിലാക്കല്ലേ. വേഗം മനസ്സിലാക്കല്ലേ, എന്ത് ചെയ്യ? മനസ്സിലാക്കൽ വേഗമാവല്ലേ.
അത് തേടുന്നുണ്ട് ആ വജാസത്ത്. അങ്ങനത്തെ വജാസത്തിന്റെ ഭംഗി കൊണ്ട് ഈ അൽഫിയ തേടുന്നു. ഈ അൽഫിയ ഓതുന്ന ആൾക്കാരിൽ നിന്ന് റിളൻ തൃപ്തിയെ തേടുന്നു, അല്ലെങ്കിൽ തൃപ്തിയെ തേടും ഈ അൽഫിയ. സാരി കൊടുക്കുന്ന അർത്ഥം ഈ അൽഫിയ ഓതുന്ന ആൾക്കാരിൽ നിന്ന് എന്നാണ്. എന്നാൽ അവിടെ ചില സുറ എടുത്ത് അല്ലാഹുവിൽ നിന്ന് തേടുന്നു ഈ അൽഫിയ റിളൻ അവന്റെ തൃപ്തിനെ. അല്ലെങ്കിൽ വേറെ ചില കൊടുക്കുന്ന യൗമിൻ ഖുറാ യൗമിൻ ഖാരി ആയിനെ ഓതുന്നവരിൽ നിന്ന്, ഔമിൻ ഉമാമ അനലെ അവർ രണ്ടുപേരിൽ നിന്നും. അപ്പൊ അല്ലാഹുവിൽ നിന്നും ഇത് ഓതുന്ന ആൾക്കാരിൽ നിന്നും പൊതുവെ രണ്ടുപേരെയും കൂടെ ആമ്മാക്കിയിട്ട് ഉൾക്കൊള്ളിക്കുന്നതിലേക്ക് ആമ്മാക്കി ഒന്നുകിൽ അർത്ഥം കൊടുക്കുക. അല്ലെങ്കിൽ ചിലർ അല്ലാഹുവിൽ നിന്നുള്ള പൊരുത്തത്തിനെ എന്ന് ചിലർ പറയുന്നു. മറ്റു ചിലരിവിടെ തഫ്സീർ കൊടുത്തിട്ടുള്ള ഓതുന്ന ആൾക്കാരിൽ നിന്ന്. അല്ലെങ്കിലോ വേറെ എല്ലാം കൊടുക്കുന്ന രണ്ടുപേരിൽ നിന്നും എല്ലാരെ ആമ്മാക്കിക്കോട്ടെ, രണ്ടുപേരിൽ നിന്നും തേടുന്നു എന്ന് വെക്കലാണ് കുറച്ചും കൂടെ ലാഹിറായി വരിക. ഉമൂമിനെ അങ്ങ് ഉദ്ദേശിക്കുക. ഉമൂമിന് പറ്റുന്ന സ്ഥലത്ത് ഉമൂമിനെ ഉദ്ദേശിക്കലാണല്ലോ ലാഹിർ. അങ്ങനെ വെക്കുക. പക്ഷെ സാരി കൊടുക്കുന്ന ഖുറായിൽ നിന്നാണ് അങ്ങനെയും വെക്കാം. അപ്പൊ ഈ അൽഫിയെ ഓതുന്നവരിൽ നിന്ന് ഈ അൽഫിയ തേടുന്നു. ബിഹുസ്നിൽ വജാസതി, ഈജാസിന്റെ ഭംഗി കൊണ്ട്. ഈജാസ് എന്ന് പറഞ്ഞാൽ സുഹൂലത്തുൽ മഅന എളുപ്പമാവലോടുകൂടെ തന്നെ ലഫ്ളിനെ ചുരുക്കലാണ്. തഖ്ലീലുൽ ലഫ്ളി മഅ സുഹൂലത്തുൽ മഅന വഉദൂബതിഹി, ഇതാണല്ലോ ഈജാസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ മഅന സഹിലാവലോടുകൂടി തന്നെ കഴിയുന്നത്ര ലഫ്ളിനെ ചുരുക്കിക്കൊണ്ടുവരൽ എന്ന വജാസത്തിന്റെ ഭംഗി കൊണ്ട് ഈ അൽഫിയ തേടുന്നു. ഫായിഖത്തൻ, ഈ അൽഫിയ തന്നെ മേലെയായതായ സ്ഥിതിയിൽ, ഇത് ഹുക്കുമിന്റെ വർധനവിലും അതേപോലെ അതിന്റെ ലഫ്ളിന്റെ ഫസാഹത്തിലുമെല്ലാം മേലെയായതായ സ്ഥിതിയിൽ. ഹാലുൻ മിൻ ഫാഇലി തഖ്തലി എന്നയിലെ മുസ്തത്തിറായ ലമീർ, ആ ലമീറാകുന്ന ഫാഇലിൽ നിന്ന് ഹാലാണ് ഫായിഖത്തൻ എന്ന് പറഞ്ഞത്. ഈ അൽഫിയ തന്നെ മേലെയായതായ സ്ഥിതിയിൽ, ഈ അൽഫിയ തന്നെ അത് മേലെയായതായ സ്ഥിതിയിൽ. എന്തിനിക്ക് അൽഫിയത്തെ ഇബ്നു മുഅ്തിയുടെ അൽഫിയ എനിക്ക് ഇത് തന്നെ മേലെയായതായ സ്ഥിതിയിൽ. ബിഗൈരി സുഖത്തിൻ, എങ്ങനെയുള്ള തൃപ്തിനെ? ദേഷ്യം കൂടാതെ കണ്ടുള്ള തൃപ്തിനെ, അതിന്റെ ഇടയിൽ ദേഷ്യം വരൽ കൂടാതെ കണ്ടുള്ള തൃപ്തിനെ. സിഫത്തു റിളൻ, ബിഗൈരി സുഖത്തിൻ എന്ന് പറഞ്ഞത് റിളൻ എന്നതിന് സിഫത്താണ്. അതായത് റിളൻ തൃപ്തിനെ തേടുന്നു, മുൽത്തസിഖൻ ചേർന്നു നിൽക്കുന്നതായ തൃപ്തിനെ. ആ തൃപ്തിയിൽ നിന്ന് ബാലിനോട് ചേർന്ന് നിൽക്കുന്നു, അതിന്റെ ഇടയിൽ ദേഷ്യം വരുന്നില്ല. അങ്ങനത്തേതായ തൃപ്തിനെ തേടുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഇടക്ക് അത് മനസ്സിലാവാതിരിക്കലിനെ കൊണ്ടുള്ള ദേഷ്യം ചിലപ്പോൾ ഇടക്ക് വന്നേക്കാം. അതുമില്ല എന്നറിയിക്കാൻ വേണ്ടിയാണ് ബിഗൈരി സുഖത്തിൻ, ദേഷ്യത്തിന്റെ കലർപ്പ് കൂടാതെ കണ്ടുള്ള തൃപ്തിനെ. അതാണ് മുൽത്തസിഖൻ. എന്ത് ചെയ്യുക? ആ തൃപ്തിയിൽ നിന്ന് ബാലിനോട് ചേർന്ന് നിൽക്കുന്നതായ, അതാണ് കലർപ്പില്ലാത്തത് എന്ന് പറഞ്ഞ. അഥവാ അതിന്റെ ഇടയിൽ എന്ത് ചെയ്യുന്നില്ല, ദേഷ്യത്തിന്റെ ഇടക്കതിന് ദേഷ്യം വരുന്നില്ല, ആ നിലക്ക് ചേർന്ന് നിൽക്കുന്ന തൃപ്തിനെ. അതായത് വൈറ മസൂബിൻ ബിസ്സുഖ്തി, ചേർന്ന് നിൽക്കുന്ന തൃപ്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദേഷ്യത്തിനെ കൊണ്ട് കലർപ്പാക്കപ്പെടാത്തതായ തൃപ്തിനെ. അതിനെ എന്ത് ചെയ്യുന്നു? ഈ അൽഫിയ തേടും ഇത് ഓതുന്നവരിൽ നിന്ന്.
ഈ അൽഫിയ തന്നെ മേലെയായതായ സ്ഥിതിയിൽ അൽഫിയത്ത് ഇബ്നു മുഅ്തിയുടേതായ അൽഫിയ എനിക്ക് മേലെയായ സ്ഥിതിയിൽ എങ്ങനത്തെ ഇബ്നു മുഅ്തിയാണ്? ഇബ്നി അബ്ദുന്നൂറിൻ്റെതായ മകനായ അൽ മഗ്രിബി മഗ്രിബുകാരരായ മഗ്രിബികാരനായ ഇബ്നു മുഅ്തി അബ്ദുന്നൂറിനിക്ക് സിഫത്തായിട്ടല്ല, മറിച്ച് ഇബ്നു മുഅ്തിക്ക് സിഫത്തായിട്ട് മഗ്രിബികാരനായ ഇബ്നു മുഅ്തി. റഹിമഹുല്ലാഹു അല്ലാഹു തആല അനുഗ്രഹം ചെയ്യട്ടെ. റഹ്മത്തൻ വാസിഅത്തൻ വിശാലമായ അനുഗ്രഹം ചെയ്യട്ടെ. ഇബ്നു മുഅ്തി വലിയ പണ്ഡിതനാണ്. മഹാനവറുകളുടെ ജനനം ആശികളിലൊക്കെ കാണാം. ഹിജ്റയുടെ 564 കൊല്ലത്തിലാണ് മഹാനവറുകൾ ജനിച്ചിട്ടുള്ളത്. മഹാനവറുകൾ വഫാത്തായത് ഖാഹിറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ദുൽഹജ്ജ് കഴിഞ്ഞ ഉടനെ ഏതാണ്ട് ഹിജ്റ 628 കൊല്ലം. വലിയ പണ്ഡിതനായിരുന്നു എന്നും ദിമസ്കിലാണ് കുറെ കാലം താമസിച്ചെന്നും വസ്തഖലാലി ഈ ഖൽഖുൻ കസീറുൻ ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിന്റെ ഇടയ്ക്ക് ഇൽമു കൊണ്ട് ജോലിയായിട്ടുണ്ട് എന്നെല്ലാം ഹാശികളിൽ കാണുന്നുണ്ട്. പറഞ്ഞു വന്നത് എന്താ? ഇബ്നു മുഅ്തിയുടെ അൽഫിയനേക്കായി മേലെയായ സ്ഥിതിയിലെ ഈ അൽഫിയ അത് തേടുന്നു, ഓതുന്ന ആൾക്കാരിൽ നിന്ന് ദേഷ്യത്തിന്റെ കലർപ്പില്ലാത്ത തൃപ്തിനെയാണ് ഇത് തേടുന്നത്. ആ വാചകം തൃപ്തിയുടെ ദേഷ്യത്തിന്റെ കലർപ്പില്ലാത്ത പൊരുത്തത്തിനെയാണ് ഇത് തേടുന്നത് എന്ന് പറഞ്ഞത് ഒന്നുകിൽ അത് എന്താണ് നാളിമിന്റെ അടുത്ത് എന്നുള്ള തവാലു ആണ്, വിനയം പ്രകടിപ്പിച്ചതാണ്. താൻ താൻ ഒന്നുമല്ല, മഹാനവറുകൾ ഒന്നുമല്ല എന്ന വിനയം പ്രകടിപ്പിച്ചതാണ്. ദേഷ്യം വെക്കല്ലേ, ദേഷ്യമില്ലാത്ത പൊരുത്തത്തിനെയാണ് ഇത് തേടുന്നത് എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഔ മഖ്സൂദുഹു അൽ ഹസ്സു അലൽ ഇക്ബാബി അലൈഹാ വന്നളിരി ഫീഹാ, ഈ അൽഫയുടെ മേൽ മുഖം കുത്തി വീഴുക, ആ അൽഫയിൽ നോക്കുന്നതിന്റെ മേൽ എപ്പോഴും നോക്കുന്നതിന്റെ മേൽ പ്രേരിപ്പിക്കുക, അതാണ് ഉദ്ദേശം. കാരണം ഒരു കാര്യത്തിനെ പൊരുത്തപ്പെട്ട് ഇഷ്ടപ്പെട്ടാൽ, ഒന്നിനെ കൊണ്ട് തൃപ്തിപ്പെട്ടാൽ അതിനെ അവൻ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടവനാവുമല്ലോ. ആരെങ്കിലും ഒരു വസ്തുവിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടാലോ അക്ഷരൻ നിറയില് ഈ അതിലേക്കുള്ള നോട്ടത്തിനെ അധികരിപ്പിക്കുമല്ലോ. ആ ഉദ്ദേശത്തിൽ പറഞ്ഞതാണ് എന്ത്? ഈ അൽഫിയ തേടുന്നത് ദേഷ്യത്തിന്റെ കലർപ്പേ കൂടാത്ത പൊരുത്തത്തിനെയാണ്. ഒരാൾ അങ്ങനെ ഇതിനെ ഈ അൽഫിയനെ പൊരുത്തപ്പെട്ടാൽ ഇനി അവൻ അങ്ങേയറ്റം ഇഷ്ടം വെച്ചവനായി മാറും. അങ്ങേയറ്റം ഇഷ്ടം വെച്ചവനായി മാറുകയാണെങ്കിൽ ഈ അൽഫിയയിലുള്ള നോട്ടത്തിനെ അവൻ എന്ത് ചെയ്യും? അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആ അധികരിപ്പിക്കുന്നതിന്റെ മേൽ പ്രേരിപ്പിക്കലാണ് മുസന്നിഫിന്റെ ഉദ്ദേശം. ഈ ഗാഢമായ മാനയാണ് മുസന്നിഫ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് വളരെ ദഖീഖായ മാനയാണ്. ഈ മാനയായിരിക്കണം മുസന്നിഫിന്റെ ഉദ്ദേശം. കാരണം വഖദ് ഖാലു മാ മിൻ മഅനം ബിൽ അൽഫിയത്തി ഇല്ലാ വഹുവ മഖ്സൂദുൻ ലിനുക്തത്തിൻ, അൽഫിയയിലുള്ള ഒരു മാനയുമില്ല, അതൊക്കെ ചില പ്രത്യേക ഫായിദയെ ലക്ഷ്യം വെച്ചിട്ടല്ലാതെ കൊണ്ടുവന്നിട്ടില്ല. ഇതുവരെയൊക്കെ ഖൗലി വറജുലും മിനൽ കിറാമി ഇൻദനാ, മുതാബറിന്റെ വാവിൽ പറഞ്ഞു മാന്യന്മാരിൽ നിന്നുള്ള ഒരാൾ എന്റെ അടുക്ക ഉണ്ട് എന്ന്. നക്കറ മൂത്തിയായിട്ട് കൊണ്ടുവരുന്നിടത്ത് പറഞ്ഞു വറജുലും മിനൽ കിറാമി ഇൻദനാ എന്ന് പറഞ്ഞു. ഇബ്നു മാലിക് പറയുന്നു എന്റെ ഈ അൽഫിയ തന്നെ ഇബ്നു മുഅ്തിയുടെ അൽഫിയ എനിക്ക് മേലെയായ സ്ഥിതിയിൽ. അപ്പൊ ഇതിനു മുമ്പുണ്ടാക്കി ഇബ്നു മുഅ്തിയുടെ അൽഫിയനേക്കായി എന്റെ അൽഫിയ മേലെയാണ്.
എന്നാൽ അവിടെ ഖുദരി പറയുന്നു വലിൽ ജലാലി സുയൂത്തി, ഇമാം സുയൂത്തിക്കുണ്ട് അൽഫിയത്തുന്നൽ അൽഫിയുണ്ട് സാദഫി അല ആദി, ഈ ഇബ്നു മാലിക്കിന്റെ അൽഫിയനക്കായി അതിൽ അധികരിപ്പിച്ചിരിക്കുന്നു കസീറൻ, ഒരുപാട് അധികരിപ്പിച്ചിട്ടുണ്ട് മസ്അലകളെ. എന്നിട്ട് ഇമാം സുയൂത്തി വഖാല ഫീ അവ്വലി, ആ ഇമാം സുയൂത്തിയുടെ അൽഫിയുടെ തുടക്കത്തിൽ പറഞ്ഞു ഫായികതൻ അൽഫിയത്ത് ഇബ്നു മുഅ്തി. ഇമാം സുയൂത്തി എന്റെ അൽഫിയയിൽ പറഞ്ഞു എന്താ, ഇബ്നു മാലിക്കിന്റെ അൽഫിയനേക്കാൾ എന്റെ ഈ അൽഫിയ മേലെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വലിൽ അജുഹുരിയൽ മാലിക്കി, മാലിക്കി മദ്ഹബുകാരനായ അല്ലാമ അജുഹുരിക്കുണ്ട് അൽഫിയത്തിന്റെ അൽഫിയുണ്ട് സാദഫി ആല സുയൂത്തി. ആ അൽഫിയയിൽ ഇമാം സുയൂത്തിയുടെ അൽഫിയനേക്കായി ഒരുപാട് മസ്അലകളെ അധികരിപ്പിച്ചിട്ടുണ്ട്. വഖാല, അജുഹുരി പറഞ്ഞു ആ അൽഫിയുടെ തുടക്കത്തിൽ ഫായികതൻ അൽഫിയത്ത സുയൂത്തി, ഇമാം സുയൂത്തിയുടെ അൽഫിയനേക്കായി മേലെയായ സ്ഥിതിയിൽ എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലാമ അജുഹുരിയും പറഞ്ഞിട്ടുണ്ട് എന്ന് ഖുദരി അവിടെ ഉദ്ധരിക്കുന്നു. ഫസുബ്ഹാനൽ മുൻഫരിദു ഫസുബ്ഹാനൽ മുൻഫരിദി ബിൽ കമാലില്ലദീ ലാ യുദാനാ. ഫസുബ്ഹാനൽ മുൻഫരിദി, ഒരുത്തന്റെ പരിശുദ്ധേനെ വാഴ്ത്തി പറയുന്നു, ഒറ്റക്കായ ഏകനായ ഒരുത്തന്റെ പരിശുദ്ധതേനെ വാഴ്ത്തി പറയുന്നു. എന്തുകൊണ്ട്? ബിൽ കമാലി, കമാല് കൊണ്ട്, ഏകനായ പരിപൂർണത കൊണ്ട്, കമാലിന്റെ സിഫത്ത് കൊണ്ട്, അല്ലത്തി ലാ യുദാന, അതിനോട് പിന്തുടരപ്പെടാൻ കഴിയുകയില്ല, ആ നിലക്കുള്ള കമാലിന്റെ സിഫത്ത് കൊണ്ട് ഏകനായ അല്ലാഹുവിന്റെ പരിശുദ്ധതേനെ വാഴ്ത്തി പറയുന്നു എന്ന് ഖുദരി അവിടെ രേഖപ്പെടുത്തിയതായി കാണാം. നെക്കറ മുബത്തയായിട്ട് വരുന്നിടത്ത് വരാൻ പറ്റും മുസവ്വി ഉണ്ട് എങ്കിൽ അതെന്താ, വസ്വ കൊണ്ടുള്ള, അത് ഒരു വസ്വ കൊണ്ട് വസ്വ അറിയപ്പെട്ടതാണെങ്കിൽ അത് നെക്കറ മുബത്തയായിട്ട് വരാനുള്ള മുസവ്വി ആണ്. എയിന് മുസന്നിഫ് കൊണ്ടുവന്നത് വറാജുലും മീനൽ കിറാമി ഇന്ധന, മാന്യന്മാരിൽ നിന്നുള്ള ഒരാടന്റെ അടുക്ക ഉണ്ട് എന്നാണ്. ഖസദ ബിൽ ഇമാമൻ നവവി തിൽമുദഹു, ഇബ്നു മാലിക്കിന്റെ ശിഷ്യനായ ഇമാം നവവിയെയാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. നെക്കറ മൂത്തിയായിട്ട് വരുന്ന എനിക്കുള്ള മുസവ്വി ഉണ്ടെങ്കിൽ വരാമെന്ന് എനിക്ക് ഉദാഹരിച്ചതാണ് വറജുലും മീനൽ കിറാമി ഇൻദന എന്നത്. പക്ഷേ അതിന്റെ മാനയിൽ അവിടെ ഒരു ഫായിദയെ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതെന്താ, ഇമാം നവവീനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് മുസന്നിഫ്. തിൽമീദിനെ ഉദ്ദേശിച്ചാണ്. കാന ഇൻദഹു തിൽക്കൽ ലൈല, ആ രാത്രിയിൽ, ഈ ബെയ്ത്തുണ്ടാക്കുന്ന സമയത്തന്ന് രാത്രിയിൽ ഇമാം നവവി ഇബ്നു മാലിക്കിന്റെ അടുത്തുണ്ടായിരുന്നു. ആ ഇമാം നവവിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് വറജുലും മീനൽ കിറാമി ഇൻദന എന്ന് ഇബ്നു മാലിക് പാടിയത്, പറഞ്ഞത് എന്നല്ല. വഖദ് ഹുക്കിയ അന്നൽ മുഅല്ലിഫ ലമ്മാ വസല ഇലാ ഉനാ, മുസന്നിഫ് എന്ത് ചെയ്തപ്പോൾ ഇബ്നു മാലിക് ഇവിടം വരെ ഫായികതൻ അൽഫിയത്ത് ഇബ്നു മുഅ്തി എന്ന് പറയുന്ന ആ ബെയ്ത്ത് വരെ എത്തിയപ്പോൾ വഖദ് ഹുക്കിയ അന്നൽ മുഅല്ലിഫ ലമ്മാ വസല ഇലാ ഉനാ, ഫായികതൻ എന്ന് പറയുന്ന ഈ ബെയ്ത്തിലേക്ക് മുസന്നിഫ് ഇബ്നു മാലിക് എത്തിയപ്പോൾ ഖാല, ഇബ്നു മാലിക് പറഞ്ഞു ഫായികതൻ മിൻ ആബി അൽഫി ബൈതി, 1000 ബെയ്ത്ത് കൊണ്ട് ഇബ്നു മുഅ്തിയുടെ അൽഫിയനേക്കായി മേലെയായ സ്ഥിതിയിൽ എന്ന് പറഞ്ഞു. ഫവഖഫ, അവിടെ എന്ത് ചെയ്തു, ഇബ്നു മാലിക് സ്റ്റോപ്പായി. വലം യസ്തതി സിയാദത മുദ്ദതൻ, കുറച്ചു കാലം അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ, ബെയ്ത്ത് പറയാനും പാടാനും കഴിഞ്ഞില്ല. സുമ്മറ ആഫിൽ മനാമി ശഖ്സൻ, പിന്നെയാണ് സ്വപ്നത്തിൽ ഒരു വ്യക്തിയെ കണ്ടു. ലം യഅരിഫ അന്നഹു ഇബ്നു മുഅ്തി, ഇബ്നു മുഅ്തിയാണ് എന്ന് ഇബ്നു മാലിക്കിന് അറിയില്ല. ഫഖാല ലഹു, അവിടുന്ന് എന്ത് ചെയ്തു, ഇബ്നു മാലിക് പറഞ്ഞു ആ സ്വപ്നത്തിൽ കണ്ട വ്യക്തിയോട്, ഇന്നി അൻളുമു അൽഫിയത്തൻ, ഞാനൊരു അൽഫിയനെ ഉണ്ടാക്കുന്നുണ്ട്. ഫഖാല, അവിടുന്ന് ഉടനെ ആ സ്വപ്നത്തിൽ കണ്ട മഹാൻ പറഞ്ഞു, എന്നാ അസ്മിഇനി, നിങ്ങൾ അതെന്നെ ഒന്ന് കേൾപ്പിക്കൂ. ഫഖറഅ, ഇബ്നു മാലിക് ഓതി അൽ-അബിയാത ഇലാ അൻ ഖാല ഫായികതൻ മിൻ ആബി അൽഫി ബൈതി എന്ന് പറയുന്ന ഫായികതൻ അൽഫിയത്ത് ഇബ്നു മുഅ്തി എന്നിടത്ത് ആദ്യം ഫായികതൻ മിൻ ആബി അൽഫി ബൈതി എന്ന് പറയുന്നതായിരുന്നു പറഞ്ഞത്. ആ പറഞ്ഞത് വരെ പറഞ്ഞു 1000 ബെയ്ത്ത് കൊണ്ട് ഇബ്നു മുഅ്തിയുടെ അൽഫിയനേക്കായി മേലെയായ സ്ഥിതിയിലെന്ന്.
ഫഖാല, അപ്പ സ്വപ്നത്തിൽ കണ്ട മഹാൻ പറഞ്ഞു, കമ്മിൽ, ബാക്കി ഓതിപ്പൂ, ബാക്കി ബൈത്ത് ചൊല്ലി പൂർത്തിയാക്കൂ. ഫഖാല, അവിടുന്ന് ഇബ്നു മാലിക് പറഞ്ഞു, ലം അസ്തതി സിയാദത, ഇനി അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ എനിക്ക് കഴിയുന്നില്ല. അവിടുന്ന് ഉടനെ ആ സ്വപ്നത്തിൽ കണ്ട മഹാൻ പറഞ്ഞു, കമ്മിലുഹു ലക, ബാക്കി ഞാൻ പൂർത്തിയാക്കി തരാം, തരട്ടെയോ? കാല, അവിടുന്ന് ഇബ്നു മാലിക് പറഞ്ഞു, നാം, എന്നാൽ പൂർത്തിയാക്കൂ. അതെ. കാല, അവിടുന്ന് ആ സ്വപ്നത്തിൽ കണ്ട മഹാൻ പറഞ്ഞു, വൽ ഹയ്യു ഖദ് യഗ്ലീബു അൽഫ മയ്യിതി, ജീവിച്ചിരിക്കുന്ന ആൾക്ക് ചിലപ്പോ 1000 മരിച്ച ആൾക്കാരെക്കാൾ മികക്കാൻ കഴിയും. ഇബ്നു മുഅ്തി മരിച്ചുപോയവരാണല്ലോ, അവരെക്കായൊക്കെ ജീവിച്ചിരിക്കുന്ന ആൾക്ക് ചിലപ്പോ മികക്കാൻ കഴിയും എന്ന് പാട്ട് കേട്ടപ്പോൾ ഫഅറഫ, അവിടുന്ന് ഇബ്നു മാലിക് മനസ്സിലാക്കിയ ഇബ്നു മുഅ്തി, ഇത് ഇബ്നു മുഅ്തിയാണ് എന്ന്. ഈ സ്വപ്നത്തിൽ കണ്ടത് ഇബ്നു മുഅ്തിയാണെന്ന് മനസ്സിലാക്കി ഫറജഅൻ ആദാ, അവിടുന്ന് ആ ബൈത്തിൽ നിന്ന് അതിൽ നിന്ന് മടങ്ങി. ബിഅൽഫി ബൈത്തിൻ എന്ന് പറഞ്ഞത് മാറ്റി ഫായിഖത്തൻ അൽഫിയത്ത് ഇബ്നു മുഅ്തി എന്ന് പറയുന്നിടത്ത് നിർത്തിക്കൊണ്ട് എന്ത് ചെയ്തു? വഖാല, അവിടുന്ന് പാടി, വഹുവാ ബിസബ്ഖിൻ ഹായിസുൻ തഫ്ളീല എന്ന ബൈത്തിനെ എന്ത് ചെയ്തു? പാടി. അപ്പൊ പറഞ്ഞു വന്നത് എന്ത് ചെയ്തിട്ടുണ്ട്? അൽഫയുടെ ഓരോ മഅനേനെയും ഓരോ ഫായിദേനെ ഉദ്ദേശിച്ചിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ ഫായിഖത്തൻ അൽഫിയത്ത് ഇബ്നു മുഅ്തി എന്ന് പറഞ്ഞിടത്ത് ഫായിഖത്തൻ എന്താണ്? ബി അൽഫി ബൈത്തി എന്ന് ആദ്യം അങ്ങനെ ഉണ്ടാക്കാൻ കരുതുകയും അതിൽ സ്വപ്നത്തിൽ ഇങ്ങനെ കണ്ടതുകൊണ്ടത് മാറ്റി ഫായിഖത്തൻ അൽഫിയത്ത് ഇബ്നു മുഅ്തി എന്നാക്കുകയും ഉടനെ തന്നെ ഉവാബിസുബക്കിൻ ഹായിസുൻ എന്ന ഇബ്നു മുഅ്തിയുടെ പ്രത്യേകത എന്നെക്കായും മേലെ ആയ ആളാണ് എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ട് പറയുകയും ചെയ്തു. ഇബ്നു മുഅ്തി വഫാത്തായതിന്റെ ശേഷമാണല്ലോ എന്ത് ചെയ്യുന്നത്? ഇബ്നു മാലിക് ജനിക്കുന്നത് തന്നെ. ഇബ്നു മാലിക്കിന്റെ ജനനം തന്നെ അങ്ങനെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തത്? ചിലപ്പോ ജീവിച്ചിരിക്കുന്നവർ 1000 മരിച്ചവരെക്കായി മികക്കും എന്ന് പാട്ടിൽ ഇബ്നു മുഅ്തി സ്വപ്നത്തിൽ പാടിക്കൊടുത്തത്. പറഞ്ഞു വന്നത് ഉവാബിസ്വബിക്കിൻ ഹായിസുൻ എന്ന ബൈത്ത് കൊണ്ടുവന്നതും ചില പ്രത്യേക മഅനേനെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ്. അപ്പൊ ഈ അൽഫയിലെ ഓരോ മഅനകളും ചില പ്രത്യേക ഫായിദകളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മേൽ എല്ലാവരും നോട്ടത്തിനെ അധികരിപ്പിക്കുകയും വളരെ കൂലങ്കഷമായി നോക്കുകയും ചെയ്യുന്നതിന്റെ മേൽ പ്രേരിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലാണ്. ദേഷ്യം കൂടാതെ കണ്ടുള്ള തൃപ്തിനെയാണ് ഈ അൽഫിയ തേടുന്നത് എന്ന് മുസന്നിഫ് പറയാനുള്ള കാരണം. ഞാൻ ഈ പറഞ്ഞ വിശദീകരണമൊക്കെ അല്ലാമ മഖൂദി തന്റെ ഹാഷിയത്തുൽ മഖൂദിയിൽ രേഖപ്പെടുത്തിയതായി കാണാം.